ജാസ്മിനെ പറഞ്ഞു വെളുപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. വീണിടത്ത് കിടന്ന് ഉരുളാനും നല്ല കഴിവാണ്. ഇന്നലെ ശനിയാഴ്ച ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നോറ എവിക്റ്റായി. നോറ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് ശ്രീധുവിലും നോറയിലും ആരായിരിക്കും പോവുക എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ പേര് പറയുമെന്ന് കണ്ടസ്റ്റൻസിനോടായി പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞത് ചിലപ്പോൾ ശ്രീധു പോകാനാണ് ചാൻസ് എന്നാണ്. എല്ലാവർക്കും നോറ പോകുമെന്ന് ഉറപ്പായിരിക്കുന്ന അവസരമായിരുന്നു. നോറയ്ക്ക് വരെ നോറ തന്നെ പോകുമെന്ന് അറിയായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആയിട്ട് നേരെ സീക്രട്ട് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അഭിജിത്തും അതുപോലെ അർജുനും ബാക്കി എല്ലാ ആൾക്കാരും പറഞ്ഞത് നോറയെ തന്നെയാണ്. പക്ഷെ ജാസ്മിൻ മാത്രം ശ്രീധു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീധു ഒക്കെ നോറയുടെ പേര് തന്നെയാണ് പറഞ്ഞത്. എന്താണ് ജാസ്മിൻ ശ്രീധുവിനെ പറയാൻ കാരണം? ബാക്കി എല്ലാവരും നോറയാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ഇതാണ്: എനിക്ക് തോന്നുന്നു ലാലേട്ടാ, എനിക്ക് അങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ ശ്രീധു ആയിരിക്കും എന്ന് ഇങ്ങനെ ജാസ്മിൻ പറയുണ്ടായി. അവസാനം ബാക്കിയുള്ളവരെല്ലാവരും വിചാരിച്ചിരുന്ന പോലെ തന്നെ നോറ തന്നെയാണ് എവിക്റ്റ് ആയത്. അങ്ങനെ നോറ യാത്ര പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള സീൻ തുടങ്ങുന്നത്. ജാസ്മിൻ പറഞ്ഞങ്ങ് വെളുപ്പിക്കുകയാണ്, കരഞ്ഞു മെഴുകുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ശ്രീധു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാരണം ബാക്കി എല്ലാവരും നോറ എവിക്റ്റ് ആവുമെന്നാണ് പറഞ്ഞത്. ശ്രീധുവും ജാസ്മിനും ഇപ്പൊ നല്ല കൂട്ടായിട്ട് നടക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും ശ്രീധു എവിക്റ്റ് ആവും എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ലാലേട്ടൻ ആര് പോകുമെന്നാ തോന്നാനെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ നീ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞോളൂ ശ്രീധു. എനിക്ക് നീ പോണമെന്നല്ല ആഗ്രഹം, നീ പോണമെന്ന അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ നീ ആയിരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ മനസ്സിലായില്ലേ? നീ ഒന്നും ശ്രീധു ആണെങ്കിൽ അതിന് ഞാൻ എന്ത് പറഞ്ഞു? ഞാനതിന് ജാസ്മിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ നിനക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കതിൽ കുഴപ്പമില്ല ജാസ്മിൻ, കുഴപ്പമില്ല എന്ന് ശ്രീധു പറയാണ്. പക്ഷെ ജാസ്മിന് ഭയങ്കര ടെൻഷൻ. ദൈവമേ, നോറ പോയി, ഇനി ശ്രീധു മാത്രമേ ഉള്ളൂ ഒരു പെണ്ണായിട്ട്. ഇനി ശ്രീധുവും കൂടി ജാസ്മിനെതിരെ തിരിഞ്ഞ പണിയല്ലേ. അങ്ങനെ പറഞ്ഞു പോയത് അബദ്ധമായോ? ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നോറയെന്ന് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ കാട് കയറി ചിന്തിച്ച് ശ്രീധു എന്ന് പറഞ്ഞ് ശ്രീധുവിൻ്റെ ആ ഒരു ഇഷ്ടക്കേട് പിടിച്ച് പറ്റിയോ എന്നുള്ള ഒരു ടെൻഷനിൽ പറഞ്ഞ് വെളുപ്പിക്കുകയാണ് അവസാനം ആ ശ്രീധുവിനോട്.